ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ദോസ്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കണം, പിന്നെ അമ്പലത്തിൽ പോകണം, കടയിൽ പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങണം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കടയിൽ പോയിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങണമെന്നാണെന്നില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കാണാം. ബായ്. അപ്പോൾ ഞാൻ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിയെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ നോക്കി ഒരാൾ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതെ, നീലും അവിടെ വെയിറ്റിംഗ് പോസ്റ്റായിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഇന്നത്തെ പരിപാടി നോക്കാം. അപ്പോഴത്തേക്കും ഞാൻ വേഗം പോയി കുളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. വാ. അപ്പോൾ അതേ, ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇപ്പോൾ നമുക്കിവിടെ അമ്പലത്തിലധികം വീഡിയോകൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, ഓക്കെ വീഡിയോ എടുത്തു, പക്ഷെ അധികം എടുക്കരുത്, കുറച്ച് വീഡിയോ എടുക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അതേ, നീലിവിടെ പ്രാർത്ഥിക്കാൻ പോവാണ്, കൂടെ ഞാനും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം വലം വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ നീലവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. ഞാൻ എപ്പോഴും രാവിലെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒരു കിണറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അധികം ക്ലിയർ ആവില്ല, എന്നാലും പറ്റുന്നത്രയും ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ അവിടെ വെച്ചിരിക്കുന്ന 3 പ്രതിഷ്ഠകളുടെ അടുത്തേക്കാണ് പോകുന്നത്. അതിലൊന്ന് മുത്തപ്പനാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങി. നമുക്കധികം വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല, പ്രാർത്ഥിച്ചൊന്നും കാണിക്കാൻ പറ്റിയില്ല, സോറി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അമ്പലക്കുളം എന്ന് പറയുന്ന സെറ്റപ്പ്. ഇവിടെ അവർക്ക് ഇനിയും എന്തോ പണികളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടാണ് ആ കാണുന്നത്. ഇത് നമ്മൾ അത്ര അടുത്താണ്. എനിക്കിവിടെ അവിടുന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അമ്പലം കാണാൻ പറ്റും. ഇവിടെ വല്ല ഉത്സവ പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ അതേ, ഇത്ര അടുത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരാൻ പറ്റി. നമ്മളിതേ വീട്ടിലേക്ക് കൊണ്ടിരിക്കുക. അത് കണ്ടോ, അത് പകുതി പണിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി ബാക്കി പണിയാണ്ട്. അപ്പം നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് അടുത്ത പരിപാടി നോക്കാം. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട് ഗായ്സ്, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചായ ഉണ്ടാക്കലാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി ചായ ഉണ്ടാക്കാം. അപ്പോൾ കമോൺ പോവാം. അതിന് മുന്നേ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. ഇപ്പോൾ കുറച്ച് ലേറ്റായി പോയി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം. നമ്മുടെ നീലക്കുട്ടനാണ് ഇവിടെ വന്ന് വെള്ളം ഒഴിക്കുന്നത്. അതിനങ്ങനെ വെള്ളം ഒഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടോ, ഞാൻ നട്ട ഇഞ്ചിയാണിത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇഞ്ചിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ അധികം മറ്റേ കറ്റാർവാഴ നട്ടിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റുകൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് നമ്മുടെ അടുത്തുള്ളത്. പിന്നെയും കുറച്ചുകൂടി നടന്നുണ്ട്. ഇപ്പം അതിനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൽ തയ്ക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ നട്ടതാണ് ഇതൊക്കെ. ഇപ്പം എൻ്റെ സഹായി എന്ന് പറഞ്ഞാൽ നീലുവാണ്. ഇതാണ് നമ്മുടെ മെയിൻ തരം ചീര. ഇത് ഇത്രയൊന്നുമല്ല, നല്ലോണം ഉണ്ടായിരുന്നത്. കുറച്ച് നമ്മൾ വെട്ടി മറ്റേ തോരൻ വെച്ചു. നല്ല ടേസ്റ്റായിരുന്നു, തേങ്ങയൊക്കെ ഇട്ടാണ് തോരൻ വെച്ചത്. ആ ടൈമിൽ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ അടുത്താണ് തുടങ്ങിയത്, കണ്ടോ. അപ്പോൾ നീലിത എല്ലാത്തിനും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. മണി പ്ലാന്റിൽ വെള്ളം ഒഴിച്ചു, അലോവേരയ്ക്ക് വെള്ളം ഒഴിച്ചു. മോൾക്കുള്ളതിന് അവന് വെള്ളം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേനും നമുക്ക് നേരെ വെള്ളം ഒഴിക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാനും അമ്മയും നീലൊക്കെ ചേർന്നുണ്ടാക്കിയ ഞങ്ങളുടെ മിനി ഗാർഡൻ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താ, ചായ ഉണ്ടാക്കലാണ്. അതിനുവേണ്ടി നിങ്ങളൊരു സംഭവം കാണിച്ചിട്ടാവേ. ഇത് ഈ ഒരു അലോവേരാൻ്റെ ചെടിയില്ലേ, ഇതിൽ പൂവുണ്ടായിട്ടുണ്ട്. ആ വീഡിയോ, അതിൻ്റെ വീഡിയോ അല്ല, ഒരു ഫോട്ടോ ആണ്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ അതേ കണ്ടോ, ഇവിടെ ഞാൻ മറ്റേ തുളസിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ അടുത്ത ലോഡ് വെള്ളം എടുത്തിട്ട് വന്നു. ഒരു ലോഡ് കഴിഞ്ഞു.
പിന്നെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇനിയും അലോവേരകളുണ്ട്, പക്ഷേ അതെനിക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല, ഇരുട്ടായി. അവിടെ ആണെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. അതേപോലെ എല്ലാത്തിനും വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മുടെ തന്നെ അടുത്ത പരിപാടിയായ ചായ ഉണ്ടാക്കലിലേക്ക് കിടക്കാം. കമോൺ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പാത്രത്തിലേക്ക് പാലൊഴിച്ചു, പിന്നെ വെള്ളം ഒഴിച്ചു, മൊത്തം കവറും പാലും അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ കൊണ്ടുപോയിട്ട് സ്റ്റവിലേക്ക് വെക്കാം. പിന്നെ ഇതിന് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിഞ്ഞിട്ട് നല്ലോണം പൊന്തി വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്കല്ല പഞ്ചസാര ഇടുന്നത്, ഇതിലേക്ക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പഞ്ചസാര നമ്മൾ ഒരു കപ്പുണ്ട്, കപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഇളക്കി എടുക്കാനാണ് ചെയ്യാൻ പോണ പരിപാടി. അപ്പോൾ ഈ ചായ തിളച്ചപ്പോഴത്തേനും അതിലേക്ക് പൊടി ഇട്ടിട്ടുണ്ട്. റിപ്പിൾ ടീ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ചായപ്പൊടിയാണിത്. ഇത് ഞാൻ എങ്ങോട്ട് പോയപ്പോൾ വാങ്ങിയതാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാവേ. അപ്പോൾ ഞാനത് ഇളക്കി, നല്ലോണം ഇളക്കി അത് ഒന്നുകൂടി തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യണേ. നല്ലോണം മിക്സ് ആക്കണം എന്നാകുമ്പോൾ പറഞ്ഞത്. അപ്പോൾ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. ഞാനാണ് ഈ ചായ ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. ഞാൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചിലതൊക്കെ ഒട്ടും കൊള്ളൂലായിരുന്നു. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം. നമ്മളിത് നല്ലോണം പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി നല്ല പരുവത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. കുറേ നേരം ഇളക്കുന്നു. ലക്കി ഭാസ്കർ സിനിമ കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ ചായ കുടിക്കാൻ പോണത്. ചായ ഉണ്ട്, പിന്നെ പഴം പുഴുങ്ങിയതുണ്ട്, പിന്നെ 2020 ബിസ്ക്കറ്റ് ഉണ്ട്. 2 വാങ്ങിയായിരുന്നു. 2020 ബിസ്ക്കറ്റ് അല്ല കേട്ടോ, 50-50 ബിസ്ക്കറ്റാണ്. 50-50. അപ്പം ഗായ്സ്, നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പം നല്ല ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്, നല്ല ചായ. അപ്പോൾ നമ്മുടെ ഈവനിങ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. വെയിറ്റ് ചെയ്ത്, ഇതാണ് ഞാൻ പറഞ്ഞ ആലോവേരയുടെ പൂവ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ.